ഫൈനലി നിങ്ങളെല്ലാവരും ഈ വീഡിയോ നോക്കിയിരുന്ന സംഭവം അതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ദ ആൾ ന്യൂ അപ്പാച്ചി RTR 310. അടുത്ത് നമ്മുടെ വരുന്നത് എൻഡോർ 125 കേട്ടോ. ബ്രോ ഇതിൻ്റെ എങ്ങനെയാ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? നമുക്കിനി നേരെയാണെങ്കിൽ റോണിൽ നിന്ന് അണിഞ്ഞു തുടങ്ങാം. ഇത് റോണിൻ ബേസ് മോഡലേ ഇല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ നമ്മളിപ്പോൾ ഏത് ഷോറൂമിലാണ് ഉള്ളതെന്ന്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന വണ്ടി ഏതാണെന്നുണ്ടല്ലേ. നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന TVSൻ്റെ ഷോറൂമിൽ. ഇപ്പം നമ്മളിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാനായിട്ടാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും, ഏകദേശം ഒരു ഓൺ റോഡ് കോസ്റ്റ് എത്ര വരും. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളിപ്പം സീരീസ് പോലെ ചെയ്യുന്നുണ്ട്. ഏകദേശം എല്ലാ ഷോറൂമിലെയും ഓൺ റോഡ് പ്രൈസ്, ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന രീതിക്ക് നമ്മൾ ഒരു സീരീസ് പോലെ ഇപ്പം ചെയ്യുന്നത്. ഇത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഇന്ന് അസിസ്റ്റ് ചെയ്യുന്ന ഈ ബ്രോ കേട്ടോ. ബ്രോ ജസ്റ്റ് ഒന്ന് പേര് പറയാം. എൻ്റെ പേര് അഖിൽ. എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുമല്ലേ? ഓക്കെ, നമുക്കിനി നേരെയാണെങ്കിൽ റോണിൽ നിന്ന് അണിഞ്ഞു തുടങ്ങാം. ഇത് റോണിൻ ബേസ് മോഡലേ ഇല്ലേ? ആ, 3 വേരിയന്റ്. ആ, ഓക്കെ. 193. ആ, ഓക്കെ. 25,000 രൂപ ഏറ്റവും ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ്. ആ, ഓക്കെ. ആ, ഓക്കെ ഓക്കെ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര ആയിരുന്നു വരുന്നത്? 193 ബേസ് മോഡലിന്റെ. ബേസ് മോഡലിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, അഡ്ജസ്റ്റബിൾ US ഇല്ല, ഡ്യുവൽ ചാനൽ ABS ഇല്ല. ഇതാണെങ്കിൽ USB 4K കളറും വ്യത്യാസം ഉണ്ടല്ലേ? 4K കളർ. മറ്റേത് കുറച്ചുകൂടി പ്രീമിയം ഫീൽ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് റൈഡർ നോക്കാം. റൈഡറിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്? 3 വേരിയന്റ് വരുന്നുണ്ട്. ആ, ഓക്കെ. ഇത് SSC. ഇത് ടോപ്പ് എൻഡ് മോഡലല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്തൊക്കെ പ്രത്യേകതകൾ എങ്ങനെ വരുന്നത്? 133. ആ, ഓക്കെ ഓക്കെ. ഇതിന്റെ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നത്? 20 രൂപ. ആ, ഓക്കെ ഓക്കെ. 4 സംതിങ് മന്ത്ലി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് സിവില് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ? ഏകദേശം ചെറുതായിട്ടൊരു കൂടെയും കുറവും അങ്ങനെ. ആ, ഓക്കെ ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ മറ്റേ ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിൽ? ആ, മറ്റേ ട്രം ബ്രേക്ക് ആയിരുന്നില്ല മറ്റേ ബേസ് മോഡലിന്? ആ, ഓക്കെ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഗൈസ്, ഇതിൻ്റെ ആണെങ്കിൽ മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ടോപ്പ് മോഡൽ വരുമ്പോൾ ഡിസ്കും വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മീറ്റർ ഒന്ന് കാണിച്ചു തരാം. ഇത് ഏതാണ്ടില്ലേ? ഇത് ഏകദേശം ഒരു TFT ഡിസ്പ്ലേ തന്നെയാണ്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ബ്ലൂടൂത്തും കണക്ട് ചെയ്യാം, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇത് നമ്മൾ റോണിന് കണ്ട പോലെ USB 4 വരുന്നില്ല. ചാർജിങ് പോർട്ടും വരുന്നുണ്ടല്ലേ? ഇവിടെ ആണെങ്കിൽ USB ചാർജിങ് പോർട്ടും വരുന്നുണ്ടല്ലോ. സീറ്റിൻ്റെ അടി സ്റ്റോറേജും വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത് നമ്മുടെ വരുന്നത് എൻഡോർ 125 കേട്ടോ. ബ്രോ ഇതിൻ്റെ എങ്ങനെയാ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ബേസ് മോഡല് 5 വേരിയന്റ് വരുന്നുണ്ടല്ലേ? ഓക്കെ. ഇതിന്റെ ഏകദേശം ഡിഫറൻസ് എന്തായിരിക്കും വരുന്നത്? ടെക്നോളജീസ്. ആ, ഓക്കെ. 123 ഓൺ റോഡ് സ്റ്റാർട്ടിങ്. ബേസ് മോഡൽ വരുന്നത്. ഇത് ബേസ് മോഡലല്ലേ?
ഓക്കെ ഓക്കെ. 5 പേരിന് നമുക്ക് പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. ഓക്കെ. 10,000 രൂപ ഏറ്റവും ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് വരുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. മാസത്തിൽ 4 സംതിങ് അടവ് വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് വരുമ്പോൾ DRL അല്ലേ? DRL വരുന്നില്ല. ആ മറ്റേനാകുമ്പോൾ DRL വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അസാഡ് വരുന്നില്ല. ഓക്കെ. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളല്ലേ. ഓക്കെ ഓക്കെ. കളർ വ്യത്യാസം. ഓക്കെ ഓക്കെ. കളർ അനുസരിച്ച് റേറ്റ് മാറുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. 4 വേരിയന്റ് ഉണ്ട്, 4 ഇതുണ്ട്, സ്കൂട്ടർ ഉണ്ട്. ഓക്കെ. വേരിയന്റ് ആണ് വരുന്നത്. അതാകുമ്പോൾ 133 ആ റേഞ്ച് ഒക്കെ വരും. 133. എഡിഷൻ ബ്ലൂ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ കളർ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പവർ കൂടുതലുണ്ട്. XP എന്ന് പറയുന്ന വേരിയന്റ് ഉണ്ട്. പവർ കൂടുതലായിരിക്കും. 1 പോയിന്റ് പവർ ബാറ്ററി അപേക്ഷിച്ച് ഒരു BHP കൂടുതൽ വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ടോപ്പ് വേരിയന്റ് ഉണ്ട്. XT എന്ന് പറയുന്നത് 60ഓളം ഫീച്ചേഴ്സ്, ബ്ലൂടൂത്ത് കണക്ട് 60ഓളം ഫീച്ചേഴ്സ്. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലേ? ബ്ലൂടൂത്ത് കണക്ട് ഉണ്ട്. മറ്റേതാകുമ്പോൾ 60ഓളം ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ടല്ലേ. ഡിസ്പ്ലേ ഒക്കെ വരും. ഓക്കെ ഓക്കെ. 140. ഇതിന് എത്രയായിരുന്നു പറഞ്ഞത്? 123. ഏകദേശം 20 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത നമ്മുടെ RTR 160 കേട്ടോ. എങ്ങനെ റേറ്റ് വരുന്നത്? ഓൺ റോഡ് 168 വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് ബേസ് മോഡലോ? ഇത് ഡിസ്ക് എന്ന് പറയുന്ന മോഡലാണ്. സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ടല്ലേ. കളർ വ്യത്യാസമുണ്ട്. അതിന് ബ്ലാക്കും റെഡും ആണ് വരുന്നത്. ബ്ലാക്കും റെഡും. ഓക്കെ. ഇത് മൊത്തത്തിൽ എത്ര വേരിയന്റ് ഉണ്ട് ഇതിന്? ഇതിനിപ്പോ 3 വേരിയന്റ് ഉണ്ട്. 3 വേരിയന്റ്. ഡിസ്ക് വരുന്നുണ്ട്, BT വരുന്നുണ്ട്. അത് BT എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. BT ആകുമ്പോൾ 165 വരും. 165. ഡിസ്ക് ആകുമ്പോൾ 165 വരും. BT ആകുമ്പോൾ 168 സംതിങ്. 168. സ്പെഷ്യൽ എഡിഷൻ ആകുമ്പോൾ 171 വരും. 171. ഇതിന്റെ ഫിനാൻസ് നോക്കുകയാണെങ്കിൽ 25-30 രൂപ ആദ്യം അടവ് വരും. 25-30 രൂപയ്ക്ക് എടുത്ത് വരും. ഓക്കെ ഓക്കെ. 5,000 സംതിങ് മാസത്തിൽ വരുന്നുണ്ടല്ലേ. ഇത് ഏകദേശം ഒരു 3 ഇയറിന്റെ ഇതല്ലേ പറയുന്നത്? ഓക്കെ ഓക്കെ. ബേസ് മോഡലേ ഇല്ലേ? ഓക്കെ. ഇത് ബേസ് മോഡൽ കേട്ടോ ഗൈസ് വരുന്നത്. ഇവിടെ ലൈറ്റ് കുറവാണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരു ഇതായിട്ട് തോന്നും കേട്ടോ. നിങ്ങളെല്ലാവരും ദയവ് ചെയ്യുന്നു ക്ഷമിക്കുക കേട്ടോ. അവിടുന്ന് ഇവിടെ ഗ്ലാസ് വേണ്ടേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം. ഞാൻ ഇവിടെ അടുത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതേ കണ്ടില്ലേ? നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കണം. എപ്പോഴും നമ്മുടെ റോഡുകളിൽ സുപരിചിതമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഏകദേശം ഒരു 20 മുതൽ 25 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ഇത് എടുക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു വണ്ടി കേട്ടോ. നമ്മുടെ RTR 160 കിട്ടില്ല കേട്ടോ. അടുത്ത നമ്മുടെ ഒരു സ്കൂട്ടർ കേട്ടോ വരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വരുന്ന ഒരു സ്കൂട്ടർ കേട്ടോ. സെസ്റ്റ് 110. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എങ്ങനെ വരുന്നത്? സെസ്റ്റ് എന്ന് പറയുന്നത് 110 cc. 1,80,000 രൂപ. 10 രൂപ സ്റ്റാർട്ടിങ്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ സ്കൂട്ടിയുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ഇല്ലേ? ഇപ്പം സ്കൂട്ടി വരുന്നുണ്ടോ? ഇപ്പം ഇല്ല. സ്കൂട്ടിക്ക് പകരമായിട്ട് ലോഞ്ച് ചെയ്തില്ലേ? അപ്ഡേഷൻ ആയിട്ട്. ഓക്കെ ഓക്കെ. സ്കൂട്ടികളിലൊക്കെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ? 110 cc വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ABS കാര്യങ്ങളും വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാട്ടോ ഈ മോഡൽ കാണുന്നത്. കൊള്ളാം കേട്ടോ. ഏകദേശം സ്കൂട്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ. എന്നാലും അതിനെക്കാട്ട് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടെ ലുക്കും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്, നൈസാക്കിയിട്ടുണ്ട്. ഇതേ ഇവിടെ ഫുള്ള് അത്യാവശ്യം നല്ല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഫൈനലി നിങ്ങളെല്ലാവരും ഈ വീഡിയോ നോക്കിയിരുന്ന സംഭവം ദേ അതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ദ ആൾ ന്യൂ അപ്പാച്ചി RTR 310. ഇത് നമ്മുടെ ഈ മോഡൽ വരുന്നതെന്ന് വെച്ചാൽ RSNL ബ്ലാക്ക് കേട്ടോ. ഇത് വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്ററാണ് വരുന്നത്. ബ്രോ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അങ്ങനെ വരുന്നത്? 317 ഓൺ റോഡ്. 340 വരുന്നുണ്ടല്ലേ. 70 രൂപ. ഓക്കെ ഓക്കെ. മാസത്തിൽ 7 രൂപ അടവ് വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് പിന്നെ BQ കിറ്റുകളൊക്കെ വരുന്നില്ല? അത് ഡൈനാമിക് പ്രോ കിറ്റിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ, കോർണറിംഗ് ക്രൂയിസ് കൺട്രോൾ, കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ,
പെർമനന്റ് വീൽ ബേസ് കൺട്രോൾ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഡൈനാമിക് പ്രോ കിറ്റിനകത്ത് വരുന്നുണ്ട്. ഡൈനാമിക് പ്രോ കിറ്റിനകത്ത് അതിനനുസരിച്ച് അതിനാകുമ്പോൾ 370 വരും. 370 അടുത്തുള്ള 370 വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. കിറ്റ് വരുന്നില്ല. അതേ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അല്ലേ വരുന്നത് ഡൈനാമിക് കിറ്റിനകത്ത് വരുന്നത്. പിന്നെ ബ്രാസ് സ്റ്റേൺസ് വരുന്നുണ്ട്, പിന്നെ ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളും വരുന്നുണ്ട്. അത് ഡൈനാമിക് പ്രോ കിറ്റിനകത്ത് വരുന്നില്ല. അതിന് എക്സ്ട്രാ എമൗണ്ട് ഒന്നും അടയ്ക്കണ്ടല്ലോ, ആ പ്രോ ഡൈനാമിക് പ്രോയുടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ലേ? ഓക്കെ ഓക്കെ, അത് കൊള്ളാം കേട്ടോ. ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് ആദ്യമായിട്ട് ഒരു വണ്ടിക്ക് നമ്മുടെ അതും 300cc സെഗ്മെൻറ്റ് വരുന്ന ഒരു വണ്ടി. 300 ഒരു 650cc പോലും നമ്മുടെ ഒരു ക്ലൈമറ്റ് കൺട്രോൾ സീറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ക്രൂസ് കൺട്രോൾ പോലും കണ്ടിട്ടില്ല, അതും ഒരു 300cc. അതിൻ്റെ ലുക്കും കാര്യങ്ങളും കണ്ടില്ലേ? ഇതിൻ്റെ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 70 അല്ലേ? 70 വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഒരു മന്ത്ലി അടവൊക്കെ എങ്ങനെ വരുന്നത്? 7 സംതിങ് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഓരോ കിറ്റിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. ഡൈനാമിക് കിറ്റ് അതല്ല, സെപ്പറേറ്റ് ആയിട്ടേ കിറ്റിൻ്റെ മാത്രം റേറ്റ് വരുന്നത്. അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളാണെങ്കിലേ ഒരു വേരിയൻ്റ് എടുത്ത്, ഇപ്പം നോർമൽ വേരിയൻ്റ് എടുത്തിട്ടെ നമുക്കിപ്പം ഏതെങ്കിലും BTO കിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ? ചിലത് പറ്റൂല. ഓക്കെ ഓക്കെ. ഈ ഗിഫ്റ്റ് ആയാലും പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. പിന്നീട് ആയാലും ആഡ് ചെയ്യാം. അതിന് ഏകദേശം 18,000 രൂപ എന്തോ. ഓക്കെ 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 ഓക്കെ. ബ്രോ, നമ്മുടെ RR310 റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഓൺ റോഡ്? 350 സംതിങ് ഓൺ റോഡ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതിൻ്റെ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? 60-70 രൂപ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അതിനകത്തും BTO കിറ്റ് വരുന്നില്ലേ? അതിപ്പം കയറുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും. ഓക്കെ ഓക്കെ. അല്ല, അപ്പം നമ്മളെ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ടാക്സ് പേ ചെയ്യേണ്ട ഇതുണ്ടോ, അതോ നമ്മുടെ ഇതിൻ്റെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ വണ്ടിയുടെ എക്സ്-ഷോറൂം ആണോ, അതോ അതോടെ ആഡ് ചെയ്തിട്ടുള്ള എക്സ്-ഷോറൂം അനുസരിച്ചാണോ? അങ്ങനെയല്ലേ? ഓക്കെ 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 ഓക്കെ. ഇതിൻ്റെ ഒരു എക്സസ് നോട്ടൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നൈസാണ്. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഒരു എക്സസ് നോട്ടാണ് ഇതിൻ്റെ ഉള്ള കാര്യം പറയാമല്ലോ. ഇതിൻ്റെ നമ്മുടെ BMW സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. റിവേഴ്സ് ഇൻക്ലൈൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതെ, ഈ ചെറിയ വീൽ ബേസിനകത്ത് ഇത്രയും വലിയ സിങ്കാമ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെ, ഇതിൻ്റെ എഞ്ചിൻ നോക്കിക്കേ. ഇതിൻ്റെ എഞ്ചിൻ നോക്കുമ്പോൾ നമ്മുടെ ഒരു സൈഡാണ് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്ന പോലെ കാണാൻ പറ്റും. ഇത് റിവേഴ്സ് ഇൻക്ലൈൻ ടെക്നോളജി ഇതിനകത്ത് വരുന്നത്. നമ്മുടെ BMW ടെക്നോളജി ഇത് നമ്മുടെ BMW TVS കൂടെ കൊളാബ് ചെയ്ത് ഇറക്കിയൊരു ബൈക്കാണ്. നമ്മൾ ആദ്യം ഇറങ്ങിക്കൊണ്ടിരുന്ന RR310 G310 GS310 ഒക്കെ ഇല്ലേ, അതിലൊക്കെ വരുന്ന സംഭവം ഇത്രയും. അതുകൊണ്ടാണ് ഇതിനകത്ത് വലിയൊരു സിങ്കാം കൊടുക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ ചരിച്ചു വെക്കുന്നതുകൊണ്ട് വലിയൊരു സിങ്കാം ഇത് കൊടുക്കാൻ പറ്റും. അതാകുമ്പം ചെറിയ വീൽ ബേസ് വരുന്നുള്ളൂ, വലിയൊരു സിങ്കാമും കൊടുക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് സിറ്റിയിലൊക്കെ സൂപ്പറായിട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. കിഡിലൻ ടെക്നോളജി കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് ഫീച്ചേഴ്സ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അമ്മാതിരി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അല്ല, അത് നമ്മുടെ BTO കിറ്റിനകത്ത് വരുന്നതാണ്, ഡൈനാമിക് പ്രോയിലെ. ഓക്കെ. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ബൈക്കാണ്. ഇതിന് പല ആംഗിളിൽ നോക്കുമ്പോൾ പല ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ? ചിലർ പറയുന്നത് ഇത് MT-09 ലുക്കാണ്, ചിലർ പറയുന്നത് നമ്മുടെ ഡുക്കാട്ടി ഇല്ലേ സ്ട്രീറ്റ് ഫൈറ്റർ, അതിൻ്റെയൊക്കെ ലുക്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഇതിന് ഡുക്കാട്ടിയുടെ ലുക്കായിട്ട് കമ്പയർ ചെയ്യാനുള്ള മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ റേഡിയേറ്ററിൻ്റെ ഇവിടെ വരുന്ന ഒരു സംഭവം ഇല്ലേ, ഇത് കാരണം കേട്ടോ. കിട്ടില്ല ലുക്കാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. എക്സോസ് നോട്ട് എനിക്ക് ഇതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. RR310 അത്രയ്ക്കൊരു സുഖമില്ല. എക്സോസ് നോട്ട് കേട്ടില്ല.
ഇതിന്റെ അത്യാവശ്യം ലൗഡായിട്ടുള്ള കേട്ടോ. ഇതേ ഗൈസ്, ഏറ്റവും അവസാനം നമുക്ക് വേറൊരു സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് XL100 ഇല്ലേ, XL100. ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന അത്യാവശ്യം കമ്മ്യൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വണ്ടിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇതിനും വേരിയൻസ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, കംഫർട്ട് എന്ന് പറയുന്ന. ഓക്കെ, ഇത് എത്ര വേരിയന്റ് ഇത് മൊത്തത്തിലുള്ള? ഓക്കെ, സിംഗിൾ ടോൺ വരും. ഓക്കെ ഓക്കെ ഓക്കെ. 82, 84, ഏകദേശം 2000 രൂപയുടെ വ്യത്യാസം. ഇതിന്റെ ഏകദേശം ലോസ് ഡൗൺ പേയ്മെന്റ് എങ്ങനെ വരുന്നത്? 10,000 രൂപ തൊട്ട്. ഓക്കെ, മാസം 3000 രൂപയോ? ഇത് ഏകദേശം ഒരു വർഷത്തേക്കൊക്കെയാണോ? 1-2 വർഷത്തേക്ക് ഫിനാൻസ്. ഓക്കെ ഓക്കെ. നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ബൈക്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ എൻ്റെ ഒരു വിശ്വാസം. ഇനി ഏതെങ്കിലും നമ്മൾ ഇൻകേസ് ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻ്റ് ആയിട്ടോ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളു. നമ്മുടെ RR310 ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല. നിങ്ങളുടെ ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു അവസരം ഒപ്പിച്ച് തന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി ഒവ്വാക്കാവി വരുന്ന SS TVS കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം. അത്യാവശ്യം നൈസ് സർവീസും കാര്യങ്ങളും കേട്ടോ ഇവിടുത്തെ. നിങ്ങളെല്ലാവരും ഏതെങ്കിലും വണ്ടി TVSൻ്റെ ഏതെങ്കിലും വണ്ടികൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് വരിക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സർവീസാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.